പ്രാർത്ഥന അത് ദൈവത്തോടുള്ള സംഭാഷണമാണ്. നമ്മൾ നമ്മോട് തന്നെ സംഭാഷണം നടത്തുന്നു. നമ്മൾ നമ്മുടെ കൂടെയുള്ളവരോട് സംഭാഷണം നടത്തുന്നു. എന്നാൽ പലപ്പോഴും നമ്മളെ ബലപ്പെടുത്തുന്ന സംഭാഷണം അത് ദൈവത്തോട് നമ്മൾ നടത്തുന്ന സംഭാഷണമാണ്. ഗെത്സമേൻ തോട്ടത്തിൽ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ കൂട്ടി പ്രാർത്ഥിക്കുവാനായിട്ട് യേശു പോകുന്നു. താൻ നാളെ മരിക്കുവാൻ പോകുന്നു എന്ന യാഥാർത്ഥ്യം തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു മനസ്സിലാക്കിയിട്ടാണ് യേശു പ്രാർത്ഥിക്കുവാനായിട്ട് അവരെയും കൂട്ടിപ്പോകുന്നത്. എന്നാൽ യേശു തങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ മറന്ന് അവരുടെ ക്ഷീണം നിമിത്തം അവരുറങ്ങുകയാണ്. യേശു തന്നോട് തന്നെ സംസാരിച്ചിട്ടും അവന് ബലം കിട്ടുന്നില്ല. അവസാനം ഗെത്സമേൻ തോട്ടത്തിൽ യേശു തൻ്റെ അപ്പനോട്, പിതാവാം ദൈവത്തോട് സംഭാഷണം നടത്തുകയാണ്. ആ പ്രാർത്ഥനയാണ് അവന് ബലം നൽകുന്നത്. നമ്മുടെ ജീവിതത്തിൽ കൂടെയുള്ളവർ നമ്മളെ തിരിച്ചറിയാതെ പോകുന്ന യാഥാർത്ഥ്യങ്ങളിൽ നമുക്ക് തന്നെ നമ്മളെ മനസ്സിലാക്കുവാനോ നിയന്ത്രിക്കുവാനോ സാധിക്കാത്ത അവസരങ്ങളിൽ ദൈവത്തോട് നമുക്ക് സംഭാഷണം നടത്താം. കാരണം ബുദ്ധിയും കൂടെയുള്ളവരും നമ്മൾ തോറ്റുപോയി എന്ന് പറയുമ്പോൾ ആ സംഭാഷണം നമ്മെ ഒരുപക്ഷെ തളർത്തി കളഞ്ഞേക്കാം. എന്നാൽ ദൈവത്തോടുള്ള സംഭാഷണം നമ്മെ സഹായിക്കും. അത് പ്രാർത്ഥനയാകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.